ഗർഭിണിയായ കുതിരയെ ആക്രമിച്ച കേസിൽ സാക്ഷി പറഞ്ഞ യുവാവിനെ ഓട്ടോയിൽ കടത്തിക്കൊണ്ടുപോയി മർദ്ദിച്ച 5 പേരെ ഇരവിപുരം പോലീസ് അറസ്റ്റ് ചെയ്തു. 2 വർഷം മുൻപാണ് യുവാക്കൾ ചേർന്ന് കൊല്ലമായത്തിൽ തെക്കേക്കാവ് ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് ഗർഭിണിയായ കുതിരയെ ആക്രമിക്കുകയും ആ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തത്. തുടർന്ന് യുവാക്കൾക്കെതിരെ മൃഗസംരക്ഷണ വകുപ്പും പോലീസും കേസെടുത്തിരുന്നു. തുടർന്ന് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു. ആ കേസ് നിലവിൽ കോടതിയിൽ നടന്നു വരുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ മാസം 28-ാം തീയതി കൊല്ലം പട്ടത്താനം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം കണ്ട് മടങ്ങി വരികയായിരുന്ന വടക്കേവിള മണ്ണാണിക്കുളം കരുവേലിയയ്യത്ത് വീട്ടിൽ 19-കാരനായ റെജിനെ യുവാക്കൾ ഓട്ടോയിൽ കടത്തിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത്. മർദ്ദനത്തിനു ശേഷം നീ പോലീസിന്റെ അടി കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികൾ യുവാവിന്റെ 2 കാൽവെള്ളകളും അടിച്ചു പൊട്ടിച്ചു. ആക്രമണത്തിൽ പരിക്കേറ്റ യുവാവിന്റെ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച ഇരവിപുരം പോലീസ് പ്രതികളെ പിടികൂടി. കൊല്ലം വടക്കേവിള മടക്കൽ വീട്ടിൽ കോളേജ് നഗർ 221 ബിവിൻ, കൊല്ലം തഴുതല വലിയവിള വീട്ടിൽ അല്ലു എന്ന അല്ലമീൻ, തല്ലും താഴം എള്ളുവിള വീട്ടിൽ പ്രശാന്ത്, ഇരവിപുരം വടക്കേവിള തറയഴികം തൊടിയിൽ വീട്ടിൽ അഭിരാജ് എന്നിവരെയാണ് ഇരവിപുരം പോലീസ് പിടികൂടിയത്. ബിവിൻ, പ്രസീദ്, പ്രശാന്ത് എന്നിവർക്കെതിരെ കാപ്പ നിയമപ്രകാരം നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇരവിപുരം ഇൻസ്പെക്ടർ രാജീവിന്റെ നേതൃത്വത്തിൽ SI രഞ്ജിത്ത്, നൌഷാദ്, CPM അനീഷ്, സജിൻ, ഷമീർ ഖാൻ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, എക്സ്പ്രസ് ന്യൂസ്.